Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today we'll be dealing with the poem Freedom, written by Rabindranath Tagore. ടാഗോറിനെ കുറിച്ച് കേൾക്കാത്തതായിട്ട് ഒരു ഇന്ത്യൻ പോലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. അദ്ദേഹമാണ് ഫേസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദ നൊബേൽ പ്രൈസ് അല്ലേ, ദ ഗ്രേറ്റ് നൊബേൽ പ്രൈസ്. ആക്ച്വലി നൊബേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിനല്ല കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് ഫോർ ദ ഇൻഫോർമേഷൻ ഓഫ് ഡിഗ്രി മെയിൻ സ്റ്റുഡൻസ്. ആക്ച്വലി ഇത് ഞാൻ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബികോം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള VAC പേപ്പറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ നെറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. 1913 ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ആൻഡ് ഹി ഈസ് ദ ഫേസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദിസ് പ്രൈസ്. പിന്നെ സാധാരണഗതിയിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിനല്ല, ഏതൊരു റൈറ്ററിൻ്റെയും അത്രയും കാലത്തെ കോൺട്രിബ്യൂഷൻസ് അതിന് നോക്കിയിട്ടാണ് സാധാരണഗതിയിൽ നൊബേൽ പ്രൈസ് കൊടുക്കാറുള്ളത്. ഇദ്ദേഹത്തിൻ്റെയും അങ്ങനെ ആയിരുന്നുവെങ്കിലും ആ ഒരു എന്താ പറയുക, നൊബേൽ പ്രൈസ് കൊടുക്കുന്ന അവാർഡിംഗ് സെറമണിയിൽ ഏറ്റവും കൂടുതൽ അവരെടുത്തു പറഞ്ഞൊരു വർക്കാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ഒരുപക്ഷെ മിക്കവരും അത് വായിച്ചും കാണും. അപ്പോൾ ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു പോം എന്ന് പറയുന്നത് ഫ്രീഡം എന്നാണ്. ആക്ച്വലി ഞാൻ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള പോം എടുത്ത് നോക്കിയപ്പോൾ നെറ്റിലൊക്കെ എനിക്ക് വേറെ കുറച്ച് ലൈൻസൊക്കെയാണ് കിട്ടിയത്. എന്തായാലും ഞാൻ ടെക്സ്റ്റ് എന്നുള്ള ലൈൻസ് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് VACക്ക് പഠിക്കാനുള്ളൊരു പോം ഏതാണോ അത് നോക്കി ഞാൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രീഡം അല്ലേ. Freedom from fear is the freedom I claim for you, my motherland. Freedom from the shackles of the past that have bound you in a long night of darkness. എന്താ പറയുന്നത്? ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ഫ്രം ഫിയർ ആണ് അല്ലേ. അതായത് നമുക്ക് ഭയം പാടില്ല. ഭയം ഉണ്ടായാൽ എന്താണ്, നമ്മൾ നമ്മൾ പേടിച്ചിരുന്നാൽ പേടിച്ചിരിക്കുമ്പോൾ എന്താ, നമ്മളത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ എന്താ, നമുക്കൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഗ്രോത്തിനെ, നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എൻ്റെ മദർലാൻഡിന് വേണ്ടി ഞാൻ ഫോർ യു, മദർലാൻഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആ പോം വരുന്നത്. മദർലാൻഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയാണ്, എന്ത്, ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ് അല്ലേ. അത് എത്തരത്തിലുള്ള ഫ്രീഡമാണ്, വാട്ട് കൈൻഡ് ഓഫ് ഫ്രീഡം ഹി ഡിസയേഴ്സ് ഫോർ ഹിസ് മദർലാൻഡ്. ഫ്രീഡം ഫ്രം ഫിയർ അല്ലേ. ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ദ പാസ്റ്റ് ദാറ്റ് ഹാവ് ബൗണ്ട് യു ഇൻ എ ലോങ് നൈറ്റ് ഓഫ് ഡാർക്ക്നെസ് അല്ലേ. ഷക്കിൾസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങലകൾ അല്ലേ, ഷക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഇരുമ്പോണ്ടുള്ള ചങ്ങല അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഷക്കിൾസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ട്രോമ അല്ലേ. ഇപ്പോൾ ബ്രിട്ടീഷ് കീഴിലൊക്കെ ആയിരുന്നു നമ്മുടെ രാജ്യം കുറേ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ട്രോമയുണ്ട് അല്ലേ. അതുപോലെ തന്നെ കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷൻസ്, കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നും, അത്തരത്തിലുള്ള ചങ്ങലകളിൽ നിന്നും, അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക കെട്ടുപാടുകൾ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊക്കെ ഉള്ളൊരു ഫ്രീഡമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഹാവ് ബൗണ്ട് യു ഇൻ എ ലോങ് നൈറ്റ് ഓഫ് ഡാർക്ക്നെസ് അല്ലേ. നമ്മുടെ രാജ്യം ആക്ച്വലി our country, India was trapped in ഇഗ്നറൻസ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇഗ്നറൻസിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ട്രോമയും നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഷാക്കിൾസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ആവശ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്റ്റാൻസയിൽ ടാഗോർ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ ലിബറേഷനാണ് അല്ലേ. നമുക്ക് പേടി പാടില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലേ. അപ്പോൾ നമ്മളെ ആൾക്കാരെ, മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ എത്ര തലപ്പത്തിലുള്ള ആൾക്കാരായാലും തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് അല്ലേ.
നമ്മുടെ ഇന്ത്യൻസ് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടാണ്. നമ്മൾ നേരെ മറിച്ച് പേടിച്ചിരിക്കുന്ന ഒരു ആളുകളാണെങ്കിലോ നമുക്കതൊന്നും ഒന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതൊരു ഫ്രീഡം ഇല്ലായ്മയാണ്. പക്ഷേ റിയൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു പേടിയില്ലാതെ വി ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് അവർ സെൽസ് അല്ലേ, വിത്തൗട്ട് എനി ആങ്ഷൈറ്റി. നമുക്ക് യാതൊരു പേടിയോ ഭയമോ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ സാധിക്കണം. അതാണ് റിയൽ ഫ്രീഡം അല്ലേ, അതായത് ഫ്രീഡം ഫ്രം ഫിയർ. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ലിബറേഷൻ ആണ് ഈ സ്റ്റാൻസയിൽ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റാൻസ് നോക്കാം. ഫ്രീഡം ഫ്രം ദ ചെയിൻസ് ഓഫ് പോവർട്ടി ആൻഡ് ദ ടിയേഴ്സ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഫ്രീഡം ഫ്രം ദ കേഴ്സ് ഓഫ് ഡിവിഷൻ ഓഫ് ഹേറ്റ്രഡ് ആൻഡ് സ്ട്രൈഫ് അല്ലേ. അവിടെ എന്താ പറയുന്നത്? ഇനി ഈ ഒരു സ്റ്റാൻസയിൽ ഇപ്പോൾ ഈ ആദ്യത്തെ ലൈനിൽ പറയുന്നത് എന്താണ്? എക്കണോമിക് ലിബറേഷൻ ആണ് അല്ലേ. നോക്കൂ, അതായത് ചെയിൻസ് ഓഫ് പോവേർട്ടി. ഇനി നമ്മുടെ രാജ്യത്ത് പോവേർട്ടി പാടില്ല. പോവേർട്ടി ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ തീർച്ചയായിട്ടും കോൺസിക്വൻ്റ്ലി ദ വിൽ ബി ഹെൽപ്ലെസ്നെസ് അല്ലേ. അവിടെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പോവേർട്ടി എന്ന് പറയുന്നത്. സോ വി ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് ദിസ് പോവേർട്ടി വിച്ച് മേക്സ് us ഹെൽപ്ലെസ് അല്ലേ. എങ്കിൽ മാത്രമാണ് നമുക്ക് റിയൽ ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഫ്രീഡം ഫ്രം ദ കേഴ്സ് ഓഫ് ഡിവിഷൻ ഓഫ് ഹേറ്റ്രഡ് ആൻഡ് സ്ട്രൈഫ്. ഇവിടെ ഒരു സോഷ്യൽ ഫ്രീഡം ആണ് പറയുന്നത്. നോക്കൂ, അതായത് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട്. നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും അല്ലേ. We are divided by languages, we are divided by regions, we are divided by religion അല്ലേ, we are divided by cultures അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ കൾച്ചറാണോ നമ്മുടെ കൾച്ചർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ കൾച്ചറല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഭാഷയാണ് അല്ലേ. അപ്പോൾ റീജിയണൽ ഡിഫറൻസ്, റിലീജിയണൽ ഡിഫറൻസസ് ഉണ്ട്, കാസ്റ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളൊക്കെ തമ്മിലുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വല്ലാത്ത രീതിയിൽ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അല്ലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ചെറിയ ഫോമിലൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു കാസ്റ്റ് ബയാസിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണാറുണ്ട്. അത് ഇല്ലെന്ന് നമുക്ക് മുഴുവനായിട്ട് മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾ മാറി അല്ലേ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഒരുപാട് തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഡിവൈഡഡ് ആയിട്ട് നിൽക്കരുത് അല്ലേ. ഡിവിഷനോ അല്ലെങ്കിൽ ഹേറ്റഡോ അല്ലേ, പരസ്പരം വെറുപ്പോ അല്ലെങ്കിൽ പരസ്പരം ഒരു എന്താ പറയുക, സ്ട്രൈഫ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രഗിൾ അല്ലേ, ഒരു പ്രശ്നങ്ങളോ ഒരു ഫ്രിക്ഷൻ അല്ലേ, അതൊന്നും പാടില്ല. നമ്മൾ അത്തരത്തിലുള്ള ഒന്നും പാടില്ല. നമുക്ക് അതിൽ നിന്നൊക്കെ ഫ്രീഡം വേണം. അതായത് വി ഷുഡ് ഓവർകം ഓൾ ദീസ് സോർട്ട് ഓഫ് തിങ്സ് അല്ലേ. ആ ഒരു ഡിസ്യൂണിറ്റി നമ്മൾ പാടില്ല. വി ഷുഡ് റിമെയിൻ യുണൈറ്റഡ് എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഫ്രീഡം ഫ്രം ദ ഓൾഡ് വുണ്ട്സ് ദാറ്റ് ഹേർട്ട് ആൻഡ് ദ ഫാൾസ് ഹോപ്സ് ദാറ്റ് ഡിസീവ് അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആസ് എ നേഷൻ, ആസ് എ കൺട്രി നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ വി ഷുഡ് ബി ഏബിൾ ടു ഹീൽ ഫ്രം ഓൾ ദോസ് വുണ്ട്സ് അല്ലേ. ആ മുറിവുകളിൽ നിന്നൊക്കെ നമുക്ക് ആ മുറിവുകളൊക്കെ ഹീലാക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ. അതുപോലെ തന്നെ വി ഷുഡ് നോട്ട് ബി ഡിസീവ്ഡ് ബൈ ഫാൾസ് ഹോപ്സ് അല്ലേ. നമുക്ക് എന്താ പറയുക, ഒരു ഉട്ടോപ്പിയൻ നേഷനൊന്നും അല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അല്ലേ. ഫാൾസ് ആയിട്ടുള്ള ഹോപ്സിൽ നമ്മൾ വീണ് പോവാതെ കണ്ട്, തെറ്റായിട്ടുള്ള പ്രതീക്ഷകളിൽ നമ്മൾ വീണ് പോവാതെ കണ്ട് വി ഷുഡ് ബി കെയർഫുൾ അല്ലേ. പിന്നെന്താ പറയുന്നത്? ഫ്രീഡം ഫ്രം ദ ഫിയർ ഓഫ് ദ അൺനോൺ ദാറ്റ് സ്ട്രൈഫിൾസ് ദ സ്പിരിറ്റ് ആൻഡ് വീക്കൻസ് ദ വിൽ അല്ലേ. വി ആർ ഓൾവേസ് സ്കെയർഡ് അബൌട്ട് അൺസർട്ടനിറ്റീസ് അല്ലേ. അങ്ങനെ ഒരു പേടി വേണ്ട നമുക്ക്. ബിക്കോസ് ദാറ്റ് വിൽ എന്താ പറയുക, ഡിസ്ട്രോയ് യുവർ സ്പിരിറ്റ്, ദാറ്റ് വിൽ വീക്കൻ യുവർ വിൽ അല്ലേ. നിങ്ങളുടെ ഒരു വിൽ പവറിനെ, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ശക്തിനെ കുറയ്ക്കും അല്ലേ. എന്ത് നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെ, അൺസർട്ടനിറ്റീസിനെ കുറിച്ചിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ എന്താവും, പ്രശ്നമാവോ അല്ലെ, അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ടാവുമ്പോൾ എന്താണ്, ദാറ്റ് വീക്കൻസ് യുവർ inner strength അല്ലേ. So may you be freed from those uncertainties, from the fear of those uncertainties എന്നാണ് പറയുന്നത്.
Freedom is the birthright of every soul, and it is to you, my motherland, that I dedicate my hopes and prayers, for your freedom will be the freedom of all. May you rise above the ashes of the past to soar like a bird, strong and free. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത് ഇദ്ദേഹം? ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം അല്ലേ? ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ റൈറ്റ്, ഇറ്റ് ഈസ് എ ബർത്ത് റൈറ്റ് ഓഫ് എവറി ലിവിങ് ബീങ് അല്ലേ? ഏതൊരു ലിവിങ് സോളിൻ്റെയും ഒരു ബർത്ത് റൈറ്റ്, ഒരു ബേസിക് റൈറ്റാണ് എന്ത്? ലിബർട്ടി അഥവാ ഫ്രീഡം എന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? And it is to you motherland, it is to you my motherland that I dedicate my hopes and prayers. അല്ലേ? For your freedom will be the freedom of all. അല്ലേ? അപ്പം എന്താ പറയുന്നത്? I offer my hopes and prayers to you, my motherland. അല്ലേ? ജന്മനാടിനോട് പറയണേ, എൻ്റെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം എന്താ? ഫോർ എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ബിക്കോസ് അല്ലേ? ഫോർ യുവർ ഫ്രീഡം വിൽ ബി ദ ഫ്രീഡം ഓഫ് ഓൾ. നിന്റെ ഫ്രീഡം എന്ന് പറയുന്നതാണ് എന്ത്? രാജ്യത്തിലെ ഓരോ സിറ്റിസൻസിൻ്റെയും ഫ്രീഡം എന്ന് പറയുന്നത്. നീ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷിന്റെ കീഴിലായിരുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ഫ്രീ ആയിട്ടാണോ നടന്നിരുന്നത്? അല്ല. അപ്പൊ രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ വ്യക്തികളുടെയും ഫ്രീഡം ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. May you rise above the ashes of the past to soar like a bird, strong and free. അല്ലേ? അപ്പം എന്താ പറയുന്നത്? ആഷസ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു കത്തി തീർന്നു നമ്മുടെ പാസ്റ്റ്. ഓക്കെ, ഇനി ആ പാസ്റ്റിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല, കത്തി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കത്തി തീർന്ന ആ ആഷസിൻ്റെ മുകളിലായിട്ട് നീ പറക്കട്ടെ അല്ലേ? അതായത് ഉയർന്നു വരട്ടെ ആ പഴയ ചിന്തകളിൽ നിന്നും, പഴയ പേടികളിൽ നിന്നും, ആ പഴയ പാസ്റ്റിൽ നിന്നും. യു ഷുഡ് റൈസ് അബവ്, യു ഷുഡ് ഓവർകം ഓൾ ദോസ് പാസ്റ്റ് ട്രോമാസ് അല്ലേ? അല്ലെങ്കിൽ പാസ്റ്റ് വുണ്ട്സ്. യു ഷുഡ് ഓവർകം ഓൾ ദോസ് തിങ്സ് ആൻഡ് യു ഷുഡ് ബി, യു മീൻസ് മദർലാൻഡ് അല്ലേ? യു ഷുഡ് ബി ഏബിൾ ടു soar like a bird, strong and free അല്ലേ? You should be able to fly like a strong, like a powerful and a free bird അല്ലേ? ഒരു ഫ്രീ ബേർഡിനെ മാതിരി, ഒരു പവർഫുൾ ആയിട്ടുള്ള ബേർഡിനെ മാതിരി ഉയർന്ന് പറക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ എന്നാണ് ടാഗോർ മദർലാൻഡിനോട് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് സെഷൻ. താങ്ക് യു.